ടോസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് സെറ്റ് കെമിസ്ട്രിയിൽ ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് 2016 തൊട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ കുറച്ചുണ്ട്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ്, എല്ലാമല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അതിൽ മാസ് സ്പെക്ട്രോമെട്രിയിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഇതാണ് റേഷ്യോ ഓഫ് പീക്ക്. അതും ക്ലോറോ കോമ്പൗണ്ടും അതുപോലെ തന്നെ ബ്രോമിൻ കോമ്പൗണ്ടും വെച്ചിട്ടുള്ള പീക്കുകൾ, റേഷ്യോ ഓഫ് പീക്സ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. 1,2 ഡൈക്ലോറോ ഈത്തൈനിൽ എത്ര ക്ലോറിൻ ഉണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. അതെന്ന് പറയുന്നത് Cl35ഉം Cl37 ഐസോട്ടോപ്പും ആണ്. അപ്പൊ 35 മാസ് നമ്പർ വരുന്ന ക്ലോറിനും 37 മാസ് നമ്പർ വരുന്ന ക്ലോറിനും ഉണ്ടാവുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അങ്ങനെയാണ് എങ്കിൽ അവരുടെ റേഷ്യോ ഓഫ് പീക്ക് എങ്ങനെയായിരിക്കും വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിൽ ക്ലോറോ കോമ്പൗണ്ട് ആണെങ്കിൽ A+B⁻n, ബ്രോമിൻ കോമ്പൗണ്ട് ആണെങ്കിലും ഏതാണെങ്കിലും ഐസോട്ടോപ്പിക് റേഷ്യോ അനുസരിച്ച് A ആദ്യത്തെ ഐസോട്ടോപ്പ്, B അടുത്ത ഐസോട്ടോപ്പ്. അപ്പോൾ ആ A+B എത്ര ആറ്റംസ് ഉണ്ട്, എത്ര ക്ലോറിൻ ആണെങ്കിൽ എത്ര ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ആണെങ്കിൽ എത്ര ബ്രോമിൻ ഉണ്ട്, അത് നോക്കിയാൽ ആ ഒരു ബൈനോമിയൽ എക്സ്പ്രഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ പീക്കുകളുടെ റേഷ്യോ കിട്ടും. അപ്പൊ ഇവിടെ നമ്മളോട് ചോദ്യം ക്ലോറിൻ ആയതുകൊണ്ട് 3+1 എത്ര ക്ലോറിൻ ഉണ്ട്? ഡൈക്ലോറോ ആണ്. സോ എന്നിന്റെ സ്ഥാനത്ത് 2 കൊടുത്തു. 3+1 ദാറ്റ് ഈസ് A² പ്ലസ് 2AB പ്ലസ് BC, അതായത് 9:6:1. ഇതേ സ്ഥാനത്ത് 1, 2 ഡൈബ്രോമോ ഈതൈൻ ആയിരുന്നു എങ്കിൽ ബ്രോമിന്റെ 2 ഐസോട്ടോപ്പും 1:1 റേഷ്യോയിലാണ് വരുന്നത്. സോ 1+1 the whole raised to 2, that is 1:2:1. ഈ 1:2:1 എന്ന റേഷ്യോ ബ്രോമിന് വരുന്നതും 9:6:1 എന്ന് പറയുന്നത് ക്ലോറിന് വരുന്ന റേഷ്യോ ആണ്. അതൊരു 3-4 വർഷമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോക്കുക. അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്കും സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്രോബ്ലം ആണ് കൂടുതലും ചോദിച്ച് കണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ബ്രാക്സ് ഇക്വേഷൻസിന്റെ, അതായത് നമ്മുടെ n λ = 2d sin θ, അത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഡെൻസിറ്റി കാണാനായിട്ട് Z × m/na × a³ ഡെൻസിറ്റി കാണാനായിട്ടുള്ള ചോദ്യം സ്ഥിരം വരുന്നുണ്ട്. ഇത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലാണ്. ചോദ്യം ഒന്ന് നോക്കാം. റേഷ്യോ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബർ ആറ്റോമിക് ഡിസ്റ്റൻസ് ഇൻ ബോഡി സെന്റേർഡ് ക്യൂബിക് ആൻഡ് ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്രിസ്റ്റൽ വിത്ത് സെയിം യൂണിറ്റ് സെൽ എഡ്ജ് ലെങ്ത്. എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എയും അതുപോലെ നിയറസ്റ്റ് ആറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ റേഷ്യോ ഓഫ് ദ നിയറസ്റ്റ് നെയ്ബറിക് ആറ്റോമിക് ഡിസ്റ്റൻസ് BCCയിൽ 2rന്റെ മൂല്യം എന്ന് പറയുന്നത് √3a/4, എഡ്ജ് ലെങ്ത് a √3/4aയും FCCയിലാണെങ്കിൽ 2r, അതായത് നമ്മുടെ നിയറസ്റ്റ് നെയ്ബറിക് ആറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √2a/4 ആണ്. ഇവിടെ BCC/FCC ആണ് ചോദിച്ചിരിക്കുന്നത്. സോ √3a/4 divided by √2a/4. So 4 cancel, aയും cancel, that is √3/2 എന്ന് വരും. അപ്പൊ ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നതാണ്. അതുപോലെ നമ്മളിപ്പം ഇവിടെ 2r റേഷ്യോ ഓഫ് ദ 2 ആറ്റോമിക് ഡിസ്റ്റൻസുകളുടെ നിയറസ്റ്റ് ആറ്റോമിക് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 2r ആണ്. 2 × റേഡിയ ആണ്, അതായത് ഡയമീറ്റർ. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ ആറിനെ കുറിച്ചുള്ള റേഷ്യോയും ചോദിച്ചിട്ടുണ്ട്. ആർ എത്രയാണ്? BCCയിൽ ആർ എത്രയാണ്? ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കുക. ഈ √2a എന്ന് പറയുന്നത് ഫേസ് ഡയഗണൽ ആണ്. √3a എന്ന് പറയുന്നത് ബോഡി ഡയഗണൽ ആണ്. സോ അതിൽ നിന്നൊക്കെ കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ആ ഒരു നിയറസ്റ്റ് നെയ്ബറിക് ആറ്റോമിക് ഡിസ്റ്റൻസ് പല ലാറ്റിസിന്റെയും 2r പഠിക്കുക. അതിൽ നിന്ന് തന്നെ 6 കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഫേസ് ഡയഗണല്, ബോഡി ഡയഗണല്, ബ്രാഗ് ഇക്വേഷൻ, അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ കാണാനായിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുന്നത്, സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്രോബ്ലം ആണ് വരാനുള്ള സാധ്യത. സോ അവിടെ എല്ലാ തരം പ്രോബ്ലങ്ങളും വരാറുണ്ട്. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് ഫോളോ ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ.
അപ്പൊ അതിൽ നിന്ന് ചോദ്യം നമുക്ക് സ്ഥിരമായിട്ട് കിട്ടാറുണ്ട്. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ആ തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടും. അടുത്തത് എനർജി ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ഹൈഡ്രോജനിക് ആറ്റം വിത്ത് ന്യൂക്ലിയർ ചാർജ് സെഡ് ന്യൂക്ലിയർ ചാർജ് സെഡ് അല്ലെങ്കിൽ ആറ്റമിക് നമ്പർ സെഡ് എങ്ങനെയാണ് എനർജി ആയിട്ട് കണക്റ്റഡ് ആവുന്നത്? എനർജി ഈസ് ഈക്വൽ ടു -30.6 സെഡ് സ്ക്വയർ ബൈ n സ്ക്വയർ EV ആണ്. സെഡ് സ്ക്വയർ എനർജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ഡിവൈഡ് ബൈ n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഇതൊക്കെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. കൃത്യമായിട്ട് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് അറിയണം. അടുത്തത് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ പല തവണയായിട്ട്, കോർഡിനേഷൻ കെമിസ്ട്രി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിന് ഉണ്ടാവില്ല. അതിൽ ചോദിക്കുന്ന ഒന്നെന്ന് പറയുന്നത് CFSE കാൽക്കുലേഷൻ ചോദിച്ചു കാണാറുണ്ട്. അതുപോലെ ഐസോമറിസത്തിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ ട്രാൻസ് എഫക്റ്റിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ജോൺ ടല്ലർ ഡിസ്റ്റോഷനിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അതുപോലെ തന്നെ ഓർബിറ്റൽ കോൺട്രിബ്യൂഷനിൽ നിന്നും ചോദ്യം വരാറുണ്ട്. സെറ്റ് ഓഫ് സീക്വൻസ് വന്നിട്ട് ഇന്ന് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഒരു സെറ്റ് ഓഫ് ജോമെട്രീസ് തന്നു കഴിയുമ്പോൾ, കോൺഫിഗറേഷൻ തന്നു കഴിയുമ്പോൾ അതിൽ നിന്ന് ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിക്കുന്നത് ആരാണെന്ന് അറിയണം. അതിനു മുമ്പ് അറിയണം, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കാണിക്കണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എസിമെട്രി ഇൻ T2G. T2Gയിലെ എസിമെട്രി ആണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ കോൺട്രിബ്യൂഷൻ, ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ ഉള്ള പ്രധാനമായിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓർബിറ്റൽ കോൺട്രിബ്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ എന്താണ് അറിയേണ്ടത്? എവിടെ T2Gയിലുള്ള അസിമെട്രിയാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. T2G ഇതിലെ അസിമെട്രി ആണ് നമുക്ക് ടെട്രാഹീഡ്രലാണേലും എവിടെയാണേലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എസിമെട്രി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ T2 അല്ലെങ്കിൽ T2Gയില് കോൺട്രിബ്യൂഷൻ ഈ പറഞ്ഞ T2 അല്ലെങ്കിൽ EG ആണ് നമുക്ക് വരുന്നത്. അത് ടെട്രാഹീഡ്രൽ വരുമ്പോൾ T2 or E വരും. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. D3 E T2, കാരണം ടെട്രാഹീഡ്രൽ ആണ്, സിമെട്രി ഇല്ല. 1 2 3. D4 1 2 3 4. D8 1 2 3 4 5 6 7 8. ഓക്കെ, അത് വന്നു. ഇനി ഏതാ? D9 1 2 3 4 5 6 7 8 9. നോക്കിക്കേ, ഇതിലെല്ലാം തന്നെ T2 അൺസിമെട്രി ഉണ്ട്. T2 ഇവിടെ 2 എണ്ണം വേക്കന്റ് ആണ്. ഇവിടെ 1 വേക്കന്റ് ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇയാളില് ഓരോന്നേ ഉള്ളൂ, സിമെട്രിക്കൽ ഫില്ലിംഗ് അല്ല. അടുത്തത് ഇവിടെ എന്തുണ്ട്? ഒരാള് വേക്കന്റ് ആയിട്ട് നിൽക്കുന്നു. സോ എസിമെട്രി ഇൻ T2G അല്ല എങ്കിൽ ടെട്രാഹീഡ്രൽ വരുമ്പോൾ അത് T2 സിമെട്രി ഇല്ലാത്തതുകൊണ്ട്. സോ ഓപ്ഷൻ A ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ജോൺ ടല്ലർ കാണുന്ന ചോദ്യങ്ങളൊക്കെ വരും. അതുപോലെ ട്രാൻസ് എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വരും. സോ അതെല്ലാം നിങ്ങൾ നോക്കി തന്നെ പോവുക കേട്ടോ. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഓരോ ടൈപ്പ് പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നതിലും റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. സോ അതിലും നിങ്ങൾ ഊന്നൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത് ബയോ ഇനോർഗാനിക് ആണ്. ബയോ ഇനോർഗാനിക്കിൽ നിങ്ങൾ പിഗ്മെന്റ്സുകൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ സ്ട്രക്ചേഴ്സും എല്ലാവരും അറിഞ്ഞിരിക്കുക. കാരണം ഈ ഒരു കോപ്പർ ഇപ്പോൾ ഡിയോക്സി ഫോമിൽ, ഇപ്പൊ ഞാൻ ഇവിടെ തന്നിരിക്കുന്നത് ഹീമോസയാനിൻ ആണ്. ഹീമോസയാനിന്റെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ ആണ്. ഓക്സിജൻ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ ഈ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കിക്കേ. ഇതിൽ നോക്കിക്കേ, ഡിയോക്സി ഹീമോസയനില് കോപ്പർ എത്ര പേരുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, എത്ര നൈട്രജനുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്സിയിൽ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഇവിടെ 1 എന്നുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓക്സി ആയപ്പോൾ 2 ആയി. ഇവിടെ ഒരു ഓക്സിജൻ വന്നു, അതും ബ്രിഡ്ജ് രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അത് കണ്ടു, ഇങ്ങനെ ഒരു O എന്നുള്ള രീതിയിൽ ഡൈമർ പോലെ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് എല്ലാ സ്ട്രക്ചറിൽ നിന്നും, അത് ഹീമോസയാനിൻ മാത്രമല്ല, ഹീമെരിത്രിൻ, ഹീമോഗ്ലോബിൻ,
അതുപോലെ തന്നെ മെറ്റാലോ എൻസൈംസ്, ഇതെല്ലാത്തിൻ്റെയും സ്ട്രക്ചറുകൾ നിങ്ങൾ അവെയർ ആയിരിക്കണം. അതിൽ നിന്ന് അതിൻ്റെ ജോമെട്രിയും ഡിയോക്സിയിലും ഓക്സിയിലും എന്താണ് പാരയാണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് ചോദിക്കും. ഇതൊരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. ഡിയോക്സിയില് ഓക്സിയിലെ ഇവരുടെ ഡിസ്റ്റൻസ്, അതായത് ട്വിസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു. ഡിയോക്സിയിൽ കൂടുതലാണ്, ഓക്സിയിൽ കുറവാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളതാണ്, മെറ്റൽ മെറ്റൽ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓപ്ഷനും അങ്ങനെ തന്നെയായിരുന്നു. ആ 4 ഓപ്ഷനിനകത്ത് ഓരോ ഓപ്ഷനിൽ ഈക്വൽ ഡിസ്റ്റൻസ് തന്നു 2 കേസിലും. ഒരെണ്ണത്തിൽ ഡിയോക്സിക്ക് കൂടുതലും ഓക്സിക്ക് കുറവും കൊടുത്തു, ബാക്കി 2ലും ഓക്സിക്ക് കൂടുതലും കൊടുത്തു. അപ്പൊ നമുക്ക് വാല്യൂ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റ കാര്യം ഓർത്താൽ മതി, ഡിയോക്സി ഹീമോസയാനിൽ മെറ്റൽ മെറ്റൽ ഡിസ്റ്റൻസ് കമ്പയർഡ് ടു ഓക്സിയിൽ കൂടുതലായിരിക്കും. ആ പോയിന്റ് അറിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് നമുക്ക് കൃത്യം ആൻസർ കിട്ടും. അപ്പോൾ ബയോ ഇനോർഗാനിക് ഇന്ന് സ്ഥിരം ചോദിക്കുന്ന, വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ 2016 വരുമ്പോഴത്തേക്ക് ഹീമോസയാനിലെ സെൻട്രൽ ആക്റ്റീവ് മെറ്റൽ ഏതാണെന്നായിരുന്നു ചോദ്യം. 2024 വന്നപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ലെവലായി. ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചായി പറച്ചില്, പിന്നെ സ്പിൻ സ്റ്റേറ്റുകൾ എന്താണെന്നുള്ളതായി പറച്ചില്. സോ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ബയോ ഇനോർഗാനിക് പഠിക്കുക. അടുത്തത് സ്പെക്ട്രോസ്കോപ്പിയിൽ ഇൻഫ്രാറെഡ് സ്പെക്ട്രവും അതുപോലെ തന്നെ മൈക്രോവേവിൽ നിന്നൊക്കെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു ചോദ്യം, ദ ബോണ്ട് ദാറ്റ് ഗിവ്സ് ദ മോസ്റ്റ് ഇന്റൻസ് ബാൻഡ് ഇൻ ദ ഇൻഫ്രാറെഡ് സ്പെക്ട്രം ഫോർ സ്ട്രെച്ചിങ് വൈബ്രേഷൻ. ഇന്റൻസ് ബാൻഡ് തരുന്നതിന്റെ മാനദണ്ഡം, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലുള്ളവര് ഇന്റൻസ് ബാൻഡ് തരും. ഇതിനകത്ത് നോക്കിയാൽ മതി, ഓക്സിജൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ്. കാർബണും ഓക്സിജനും നൈട്രജനും സൾഫറും നോക്കുമ്പോൾ ഓക്സിജൻ ആണ്. സോ ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ടായിരിക്കും ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ബാൻഡ് തരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ചോദിക്കുന്നതാണ് റൊട്ടേഷണൽ ആക്റ്റീവ് മോളിക്യൂൾ ഏതാണ്, രാമൻ ആക്റ്റീവ് മോളിക്യൂൾസ് ഏതാണ്, ഇതെല്ലാ ചോദ്യങ്ങളും നമുക്ക് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ പോളറൈസബിലിറ്റിയുടെ കണ്ടീഷൻസ്, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. അടുത്തത് ഒരു മിസ്ലേനിയസ് ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ്, റാൻഡമായിട്ട് വരാറുള്ളതാണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ചോദിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതാണ്, ഇതിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലാത്തത് ഏതാണ്, അങ്ങനത്തെയൊക്കെ മിസ്ലേനിയസ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ സോളാർ കുക്കറിന്റെ ഗ്രീൻ ഹൗസ് എഫക്റ്റിന്റെ കാരണക്കാരൻ, അല്ലെങ്കിൽ സോളാർ കുക്കറിലെ ഏത് ഭാഗമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിന് കാരണമാകുന്നതുള്ളതാണ്. ഗ്ലാസ് ഷീറ്റ് ആണ് ആൻസർ. കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രീൻ ഹൗസ് എഫക്റ്റ് അറ്റ്മോസ്ഫിയറിലെ ഗ്യാസസിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. പകൽ സമയത്ത് ഹീറ്റ് എർത്ത് ട്രാപ്പ് ചെയ്യുകയും രാത്രിയിൽ ഈ അബ്സോർഡ് ഹീറ്റ് സ്പേസിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ കുറച്ച് ഗ്യാസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡും മീത്തേനും ഒക്കെ എർത്തിന് ചുറ്റും ഒരു ആവരണമാകുന്നു, അംബ്രലയായിട്ട് അവർ ഈ സ്പേസിലേക്ക് ഹീറ്റ് പോകാതെ ഇരിക്കാനായിട്ട് ആകുകയും ശ്രമിക്കുകയും അതിന്റെ ഫലമായിട്ട് എർത്തിന്റെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നു. ഇതാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയുന്നത്. സോളാർ കുക്കറിൽ ഈ പറഞ്ഞ പോലെ ഒരു ഗ്ലാസ് ഷീറ്റ് ഉണ്ട്. ആ ഗ്ലാസ് ഷീറ്റ് ആണ് ഈ പറഞ്ഞ സണ്ണിന്റെ ഹീറ്റിനെ ട്രാപ്പ് ചെയ്ത് കുക്കറിന്റെ ടെമ്പറേച്ചർ കൂട്ടി ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണ്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള ചോദ്യം മിസ്ലേനിയസ് ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ വരുന്നത് ആറ്റം ഇക്കണോമി എന്ന ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യം വരാറുണ്ട്. ആറ്റം ഇക്കണോമിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും സ്ഥിരം വരുന്നതാണ്, പ്രോബ്ലം കാണാൻ. ആറ്റം ഇക്കണോമിക്കൽ, റിയാക്ഷൻസ് എപ്പോഴും ആറ്റം ഇക്കണോമിക്കൽ ആയിരിക്കണം. അതായത് റിയാക്ടന്റിന്റെ മാസും നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റിന്റെ മാസും കൂടെ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ 100% കിട്ടണം. നഷ്ടങ്ങളൊന്നും സംഭവിക്കാൻ പാടില്ല. ഇപ്പൊ അഡീഷൻ റിയാക്ഷൻ, റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ, ഇവയെല്ലാം തന്നെ 100% ഇക്കണോമിക്കലാണ്. നേരെ മറിച്ച് നമ്മുടെ എലിമിനേഷൻ, അതൊക്കെ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, അവരൊക്കെ 100% അല്ല. അപ്പോൾ ആറ്റം ഇക്കണോമി, ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്, നമുക്കൊരു എപ്പോക്സൈഡ് ആണ് നമ്മുടെ ഡിസൈഡ് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിന്റെ ആറ്റം ഇക്കണോമി കാണാൻ പറഞ്ഞാൽ ഈ ഇപ്പോക്സൈഡിന്റെ മോളിക്കുലാർ മാസും അതുപോലെ ഇതിന്റെ മൊത്തത്തിലുള്ള ഈ റിയാക്ടന്റുകളുടെ എല്ലാം കൂടെ മോളിക്കുലാർ വെയിറ്റിന്റെ കൂടെ പ്രോഡക്റ്റ് എടുത്ത് ഇൻറ്റു 100 ചെയ്താണ് നമ്മൾ ആറ്റം ഇക്കണോമി കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിച്ചെന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് ഷേപ്സ് ഓഫ് ദ മോളിക്യൂൾ ആണ്. 2016 തൊട്ട് 2024 വരെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു നോക്കിയാലും എന്ത് കാണാൻ പറ്റും, ഷേപ്പ് ഓഫ് ദ മോളിക്യൂളിൽ നിന്നൊരു ചോദ്യം കാണാറുണ്ട്. ഉദാഹരണം ClF3യുടെ ഷേപ്പ് കാണാൻ, അതിനായിട്ട് 1/2 ×
സെൻട്രൽ മെറ്റലിന്റെ വാലൻസ് ഇലക്ട്രോൺ ആയ 7 പ്ലസ് സറൗണ്ടിങ് മോണോവാലന്റ് ആയിട്ടുള്ള 3. സോ ഹാഫ് 7 പ്ലസ് 3 ദാറ്റ് ഈസ് 5. 5ല് 3 ബോൺ പെയറും 2 ലോൺ പെയറും 32 പല്ല് ടീത്ത് ടി ഷേപ്പ് ടി ഷേപ്പ് 5 വരുമ്പോഴത്തേക്കും 5 വരുമ്പോഴത്തേക്കും നമുക്ക് ജോമെട്രി ഏതാണ് ട്രൈഗണൽ ബൈപിരമിഡൽ. അപ്പോൾ ഷേപ്പ് ഓഫ് ദ മോളിക്യൂളിൽ നിന്ന് സ്ഥിരം ഒരു ചോദ്യം വരാറുണ്ട്. പിന്നെ വരുന്ന ഒരു സ്ഥിരം ഏരിയാസ് ആണ് ബൊറൈൻസ് ക്ലാസിഫിക്കേഷൻ. അതായത് B5H5 4-. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നു? സോ B5H5+4 9. സോ BnHn+4. BnHn+4 എന്ന് പറയുന്നത് എന്താണ്? നിഡോയാണ്. N+2 ആയിരുന്നു എങ്കിൽ അത് ക്ലോസോ ആണ്. N+6 ആണെങ്കിൽ അരാക്നോ ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇടവിട്ടൊക്കെ വരികയും അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ബൊറൈൻസിന്റെ ക്ലാസിഫിക്കേഷൻസും ഷേപ്പ് ഓഫ് ദ മോളിക്യൂളും പല ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്, പക്ഷെ അതിൽ നിന്നൊരു ചോദ്യം മസ്റ്റ് ആയിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ആകാറായി റിവിഷൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഏരിയാസുകൾ വിടാതെ നോക്കുക. കാരണം ഷുവർ ആയിട്ട് വരുന്നതാണ് ഷേപ്പ് ഓഫ് ദ മോളിക്യൂൾസ്, ബൊറൈൻസ്, ആറ്റം ഇക്കണോമി കണ്ടുപിടിക്കാനായിട്ടുള്ളത്, അതുപോലെ സോളിഡ് സ്റ്റേറ്റിലെ പ്രോബ്ലം, അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ റിയാക്ഷൻസ്, അതുപോലെ ഈ മാസ് സ്പെക്ട്രോമെട്രിയുടെ റേഷ്യോ ഓഫ് പീക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിൽ തെറ്റിക്കുന്നതുമാണ്. സോ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, അപ്പൊ ഇത്തവണത്തെ തന്നെ സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം. കാരണം LBSന്റെ സൈറ്റിൽ നിന്നൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവർ ഡിലീറ്റ് ചെയ്തു. സോ സിലബസ് ചേഞ്ച് നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. അടുത്ത HSST വിളിക്കാനായിട്ട് പോകുന്നു. സോ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സെറ്റാണ് നിങ്ങൾ ഇത്തവണ ഈ മാസം നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിച്ച് ഇത്തവണത്തെ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്ത് ഫ്രീ ആവുക. ഓക്കെ, താങ്ക് യു.